വണ്ണം കുറയ്ക്കാൻ സുംബ ഡാൻസ്. തെറ്റായ ആരോഗ്യശീലങ്ങളും മോശം ഭക്ഷണ രീതിയും പുതുതലമുറയെ അമിത ഭാരമുള്ളവരും രോഗികളുമാക്കി തീർത്തിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ വിടാതെ പിന്തുടരാൻ തുടങ്ങിയപ്പോഴാണ് ഭാരം കുറയ്ക്കുന്നതിനെക്കുറിച്ചും രോഗവിമുക്തി നേടുന്നതിനെക്കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങിയത്. പലരും പ്രഭാത സവാരിയും സായാഹ്ന സവാരിയും ജിമ്മുകളെയുമാണ് വ്യായാമങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. എന്നാൽ തടി കുറയ്ക്കാനും ആരോഗ്യം നേടാനുമായി ആശ്രയിക്കാവുന്ന ഒരു മാർഗമാണ് സുംബ ഡാൻസ്. സാധാരണ നൃത്തരൂപങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുംബ. മറ്റു നൃത്തങ്ങൾ വിനോദത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഫിറ്റ്നസ് ആണ് സുംബയുടെ ലക്ഷ്യം. ബെറ്റോ പെരസ് എന്ന കൊളംബിയൻ ഡാൻസറാണ് സുംബയുടെ സൃഷ്ടാവ്. എയറോബിക് എക്സസൈസുകൾ, ലഞ്ചസ്, സ്ക്വാറ്റ്സ് തുടങ്ങിയ ഫിറ്റ്നസ് ടെക്നിക്കുകളും സാംബ, സൽസ, ബിലിംഗെ മെറിംഗെ, മാംബോ തുടങ്ങിയ വിവിധതരം നൃത്തങ്ങളുടെ ചലനങ്ങൾ മനോഹരമായി ഇഴചേർന്ന ഫിറ്റ്നസ് ഡാൻസ് ആണ് സുംബ. തടി കുറയ്ക്കാനുള്ള വ്യായാമം എന്നതിനൊപ്പം മനസ്സിന് ഉണർവ് നൽകാനും സുംബ ഡാൻസിന് കഴിയുന്നു. ആയുസ്സിനും ആരോഗ്യത്തിനും മാത്രമല്ല, മാനസിക ആരോഗ്യത്തിനും സുംബ ഏറെ പ്രയോജനകരമാണ്. വളരെ ഫാസ്റ്റ് മൂവിംഗ് ബീറ്റിലുള്ള സുംബ ഡാൻസ് സോങ്സ് മസിലുകൾ ടോൺ ചെയ്യാനും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 40 മിനിറ്റ് വരെ സുംബ നൃത്തത്തിനായി മാറ്റിവെക്കുന്നത് കൃത്യമായ ഫലം ചെയ്യും. തടി കുറയാനുള്ള വ്യായാമ മുറ എന്ന രീതിയിൽ പരീക്ഷിക്കാവുന്ന സുംബ ഡാൻസ് ലാറ്റിൻ നൃത്തരൂപമാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഫിറ്റ്നസ് പ്രോഗ്രാം ശരീരത്തിലെ എല്ലാ മസിലുകളുടെയും വ്യായാമത്തിന് ഉതകുന്നതാണ്. എയറോബിക് വ്യായാമങ്ങളും ബ്രീത്തിംഗ് എക്സസൈസും സുംബ ഡാൻസിന്റെ പ്രത്യേകതകളിൽ പെടുന്നു. ഒരു പ്രാവശ്യം സുംബ ഡാൻസ് ചെയ്യുമ്പോൾ 500 മുതൽ 800 വരെ കാലറി കത്തിപ്പോകും. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ഇത് ഏറെ സഹായകരമാണ്. സുംബ നൃത്തമാണ് കാലറി എരിച്ചു കളയുന്നതിൽ മുന്നിൽ. സുംബയിൽ ഓരോ ശരീരഭാഗങ്ങൾക്കും പ്രത്യേകമായി ഫിറ്റ്നസ് നൽകാൻ പറ്റിയ സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് വളരെ പെട്ടെന്ന് ലഭിക്കും. തടി കുറയ്ക്കാൻ മാത്രമല്ല, ശരീരം ഫിറ്റാകാനും സുംബ സഹായിക്കും. സുംബ ഡാൻസ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കുമുള്ള ഒരു വ്യായാമമാണ്. ശരീരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാനും മാനസിക ഉന്മേഷത്തിനും സുംബ ഡാൻസ് നല്ലതാണ്. സ്ട്രെസ്, ടെൻഷൻ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ല ഒന്നാന്തരം വ്യായാമ മുറയാണ് ഇത്. സുംബ ഡാൻസ് എപ്പോഴും തനിയെ ചെയ്യുന്നതിനേക്കാൾ ഒരു ഗ്രൂപ്പിനൊപ്പം ചെയ്യുന്നതാണ് നല്ലത്. മറ്റേത് വ്യായാമ മുറയെയും പോലെ ആയതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്യും മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം നേടുന്നത് നല്ലതാണ്. കൃത്യമായി ഫലം ലഭിക്കാൻ 3/4 മണിക്കൂറെങ്കിലും ഡാൻസ് ചെയ്യണം. കേരളത്തിൽ നിരവധി സുംബ ഡാൻസ് അക്കാദമികൾ പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച ട്രെയിനേഴ്സിന്റെ സഹായത്തോടെ വേണം ഇത്തരം നൃത്തങ്ങൾ അഭ്യസിക്കാൻ. ശാരീരികമായ അധ്വാനവും മാനസികപരമായ ശ്രദ്ധയും ഒരേപോലെ ആവശ്യമാണ്. സുംബ നൃത്തം പോലെ തന്നെ മനസ്സിനും ശരീരത്തിനും വ്യായാമം നൽകുന്ന വേറെയും നൃത്തരൂപങ്ങളുണ്ട്. ബോളിവുഡ് ഡാൻസ്, ഹിപ്പ് ഹോപ്പ്, സാൽസ ഇവയാണ് ചിലത്. ഇന്ത്യൻ സിനിമ നൃത്തത്തിന് നൽകിയ സംഭാവനയാണ് ബോളിവുഡ് ഡാൻസ്. ഇന്ത്യൻ കൊറിയോഗ്രാഫർമാർ കണ്ടുപിടിച്ച ഈ ഫിറ്റ്നസ് നൃത്തരൂപം ചിട്ടകളുടെ കടുംപിടുത്തങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ആകർഷകവും പഠിക്കാൻ എളുപ്പവുമാണ്. സ്ഥിരമായി ചെയ്താൽ വെയിറ്റ് ലോസും ഉറപ്പ്. 70കളിൽ അമേരിക്കയിലാണ് ഹിപ്പ് ഹോപ്പിന്റെ ജനനം. നാട്ടിൽ ഹിപ്പ് ഹോപ്പ് വന്നിറങ്ങിയത് ബ്രേക്ക് ഡാൻസ് എന്ന ചെല്ല പേരിലാണ്. തുടക്കത്തിൽ പലരും ഫിറ്റ്നസ് മാത്രം ഉദ്ദേശിച്ചാണ് നൃത്തം തുടങ്ങുന്നത് എങ്കിലും പിന്നീട് ഇത് കൂടുതൽ സന്തോഷങ്ങളിലേക്ക് നയിക്കും. കണ്ടു നിൽക്കുന്നവരെ കൊതിപ്പിക്കുന്ന ഒരു നൃത്തമാണ് സൽസ. സോഷ്യൽ ഡാൻസ് ആണ് ഇത്. പാർട്ടികളിൽ ഒത്തുചേരുമ്പോൾ പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് ആസ്വദിക്കാം. മനസാന്നിധ്യം സൽസയിൽ പ്രധാനമാണ്. സമ്പൂർണമായ ശ്രദ്ധയില്ലാതെ സൽസ ചെയ്യാനേ കഴിയില്ല. അവയവങ്ങൾക്ക് അധ്വാനവും മനസ്സിന് സന്തോഷവും നൽകുന്ന ഈ നൃത്തരൂപം പുതുതലമുറ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇഷ്ടമുള്ള ഡാൻസ് ചെയ്യുന്നത് വഴി മനസ്സിന് സന്തോഷവും ശരീരത്തിന് വ്യായാമവും ലഭിക്കും. അതുകൊണ്ട് തന്നെ വീഴ്ചകൾ കൂടാതെ ദിവസേന വ്യായാമം ചെയ്യാൻ സാധിക്കും. തടി കുറയുമ്പോൾ ഡാൻസ് നിർത്താതിരിക്കാനും സഹായകരമാകും. ടിവിയിലോ ഫോണിലോ സുംബ ഡാൻസ് കണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ ഫലം തന്നെന്ന് വരില്ല.